ഹായ് ഓൾ. അപ്പം നമ്മുടെ സെക്രഡ് ഹാർട്ട് കോളേജിൽ പുതിയ ബാച്ച് വന്നേക്കാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പേര് ഹൃദയാരംഭം 2024 എന്നാണ്. ഞങ്ങൾ രാവിലെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് റെഡി ആയിട്ട് ബസ്സിലേക്ക് കയറി. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി കോളേജ് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നേരെ കോളേജിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് വലിയ അവിടെ പരിപാടിയൊന്നും കാണില്ല, പക്ഷേ ഫസ്റ്റ് ഇയേഴ്സിന് നല്ല അടിപൊളി പരിപാടിയൊക്കെ കാണും. ഡാൻസ് ക്ലബിൻ്റെയും മ്യൂസിക് ക്ലബിൻ്റെയും അങ്ങനെ ഒരുപാട് പരിപാടികൾ അവർക്ക് കാണും. പക്ഷേ ഇനി അടുത്ത് തന്നെ അവർക്ക് ക്ലാസ്സൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല. ഏകദേശം ഒരാഴ്ചത്തേക്കിന് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ മാത്രമായിരിക്കും. കാര്യം ഒരു 4 ഇയർ ഡിഗ്രി കോഴ്സാണല്ലോ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് എൻ്റെ ഹോസ്റ്റലിലുള്ള കുട്ടിയാണ് അർച്ചനയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അർച്ചന വീഡിയോ എടുക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ്. കോളേജിലോട്ടുള്ള ആ വഴി എത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബാനറും പോസ്റ്ററും ഒക്കെ കാണാം പാർട്ടിയുടെ. കോളേജ് ഒഫീഷ്യലി പാർട്ടീസൊന്നും അലോ ചെയ്യുന്നില്ല, പക്ഷെ കുട്ടികൾ പുറത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. ഗേറ്റിനകത്തേക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ബസ് കൊണ്ട് നിർത്തുന്ന മീഡിയ ക്യാമ്പസിലാണ്. അപ്പം ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം മെയിൻ ക്യാമ്പസ്, അതായത് ഈ ലേക്ക് വ്യൂ ക്യാമ്പസ് ഇല്ലേ സെക്രഡ് ഹാർട്ടിൻ്റെ, അവിടേക്ക് പോകാൻ. അപ്പം ഞങ്ങളെല്ലാവരും റോഡ് ക്രോസ് ചെയ്ത് ചെന്നപ്പോൾ തന്നെ ജീസസ് യൂത്തിൻ്റെ കുട്ടികൾ ചെയ്ത ക്ലബിൻ്റെ കുട്ടികൾ ചെയ്ത ബാനറൊക്കെ കണ്ടു. പിന്നെ ജൂനിയേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പാർട്ടിയിലെ SFIയിലെയും KSയിലെയും കുട്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ഞാനും കുറച്ച് നേരം എൻ്റെ ഫ്രണ്ട്സ് രണ്ടിടത്തും ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചൊക്കെ നിന്നു. നേരെ എൻട്രൻസിലേക്ക് എത്തിയപ്പോൾ അവിടെ പോർട്ടിക്കോയിൽ NCCയുടെ എല്ലാ വിങ്ങാരും ഉണ്ട്. SH വിഷൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അതേപോലെ ആ കാണുന്ന ചെറിയ ചെറിയ കുരുത്തോല വെച്ചിട്ടുള്ള ഇതും മണ്ടയ്ക്കാണുന്ന റിബൺസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ NSSലെ വോളണ്ടിയേഴ്സാണ്. എൻ്റെ ക്ലാസ്സിൽ തന്നെ കുട്ടികളാണ്, അവരും ഉണ്ടായിരുന്നു അതിൽ. അവർ രാത്രി ഫുൾ ഉറങ്ങാതിരുന്ന ഇതാണ്. പിന്നെ ഈ മെയിൻ ഓഡിറ്റോറിയത്തിന് തൊട്ട് മുകളിലാണ് എൻ്റെ ക്ലാസ്. ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഫസ്റ്റ് അവർ ഇംഗ്ലീഷാന്ന് പറഞ്ഞപ്പോൾ സോഷ്യോളജി, ഞങ്ങൾക്ക് കമ്പൈൻ ക്ലാസ്സാണ്, അപ്പോൾ സോഷ്യോളജിയിലേക്ക് പോവാം. ഞങ്ങൾ താപ്പോട്ടിറങ്ങി, ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് നേരെ താപ്പോട്ടിറങ്ങി കഴിയുമ്പം ഈ ഓഡിറ്റോറിയം കാണാം. അവിടെ ചെന്നപ്പോൾ കുറച്ച് കുട്ടികളും പേരൻസും ഒക്കെ വന്നിട്ടുണ്ട്. ഓഡിറ്റോറിയം ഓൾമോസ്റ്റ് ഫിൽഡ് ആയിട്ടുണ്ട്. ഇവിടെ കോളേജ് തന്നെ ഒരു ഫോട്ടോ സെഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്കവിടെ ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ എല്ലാ കുട്ടികളും പേരൻസും ഒക്കെ പോകുന്നത് കണ്ടു. ഞങ്ങളും അവിടെ ഫോട്ടോസ് എടുക്കാൻ നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ ബാക്കി പേരൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. താഴേക്ക് പോയപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ തന്നെ റംസയെ കണ്ടു. അപ്പോൾ റംസയും അവളുടെ ഫ്രണ്ട്സും ആണ് നിൽക്കുന്നത്. തിരിച്ച് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് അവിടെ ഫ്രഷേഴ്സും പേരൻസും ഒന്നും ആരുമില്ല. ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സൊക്കെ തന്നെ. ഈ സദസ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഡ്രഗ് ക്ലബ്ബാണ്. അവിടെ എല്ലാ ക്ലബ്ബുകൾക്കും എപ്പോഴും ചെറിയ ചെറിയ വർക്ക്സൊക്കെ ഉണ്ട്. അതിലൊരു വർക്കാണ് ഇതൊരു ഓത്താണ്. പുകവലി, മദ്യപാനം, ലഹരി ഒന്നും ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞൊരു ഓത്ത് എടുത്തിട്ട് അവിടെ സൈൻ ചെയ്യണം. അപ്പം ഞാനും പോയി സൈൻ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ വോളണ്ടിയേഴ്സ് എൻ്റെ ബാച്ചിലുള്ള, എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും അവിടെ പോയി നിന്ന് ഓത്തെടുത്തിട്ട് സൈൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ ഇവിടെ നിൽക്കുന്നതൊക്കെ ഈ സദസ്സിൻ്റെ തേർഡ് ഇയർ ഫൈനൽ ഇയേഴ്സിലുള്ള ചേട്ടന്മാരൊക്കെയാണ്. തിരിച്ച് ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ പോയി നോക്കിയപ്പോഴത്തേനും അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അവിടെ പ്രസംഗമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ മുകളിൽ കയറി വന്നു. അവിടെ വന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. പിന്നീട് നല്ല മഴയായി. ആദ്യമൊന്നും ചാറി പെയ്തൊന്നും നിന്നേ ഉള്ളൂ. പിന്നീട് നല്ല മഴയായി. പിന്നെ ഞങ്ങൾക്ക് ക്ലാസ്സൊന്നും അത് കഴിഞ്ഞിട്ടുണ്ടായില്ല. ഫാക്കൽറ്റീസ് എല്ലാവരും അവിടെ താഴെ ഇനോഗ്രേഷനും ഓറിയൻറ്റേഷൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് താഴെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ മാത്രം അവിടെയൊക്കെ നിൽക്കുന്നു. ഇത് എന്നെ കളിയാക്കാൻ വേണ്ടി വ്ളോഗ് എടുക്കുന്നു. അങ്ങനെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽക്കുക. കുറച്ച് പേര് ഞങ്ങളുടെ തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരും അതൊക്കെ എഴുതിയിട്ടിട്ടിങ്ങ് വന്നു. അപ്പം ഞാനത് കാണാൻ വേണ്ടി പിന്നീട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ
അത്യാവശ്യം എല്ലാവരും ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വൃത്തികേടാക്കി ഇട്ടേക്കുക. ഇത് എല്ലാ വർഷമുള്ള ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് ഇതുപോലെയൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേരുണ്ടോ നോക്കി ഞാനത് കണ്ടു. പിന്നെയും ഞങ്ങളൊക്കെ തന്നെ വീണ്ടും വൃത്തികേടാക്കുക അവിടെയൊക്കെ ചെന്നിട്ട്. ക്ലാസ് റെപ്പ്, അതേപോലെ സ്വന്തം പേരും പിന്നെ കളിയാക്കിയ പേരും അതേപോലെ ഒപ്പും എല്ലാം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുക. പക്ഷേ ഇത് ആരെങ്കിലും ക്ലാസ്സിൽ ആദ്യം കയറുമ്പം അവരിത് റബ്ബ് ചെയ്ത് കളയും. ഞങ്ങൾ വന്നപ്പോൾ അപ്പം തന്നെ ഇത് എല്ലാവരും നോക്കി ഉടനെ തന്നെ റബ്ബ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇൻസ്റ്റേഡിയൊക്കെ എഴുതി അവിടെയൊക്കെ വെക്കുക. അതും ആരും ഫോളോ ഒന്നും ചെയ്യത്തില്ല. ഫ്രഷേഴ്സിൽ ജൂനിയേഴ്സിൽ ആരും ഫോളോ ഒന്നും ചെയ്യത്തില്ല, എങ്കിലും എഴുതിയൊക്കെ അങ്ങ് വെക്കും. പിന്നീട് ഞങ്ങൾ താപ്പോട്ട് പോയി. അവിടെ മഴയൊക്കെ അപ്പോഴത്തേന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് AGF-ൻ്റെ ഒരു വർക്ക്ഷോപ്പ് അവിടെ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി ചെന്നാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AGF-ലെ വോളണ്ടിയേഴ്സ് തന്നെ അവിടെ ഡൂഡിലായിട്ട് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കും, എന്നിട്ട് അപ്പം തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കും. ഒരു ഗ്ലോസി പേപ്പറിലൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കും. ഒരു ജസ്റ്റ് 20 റുപ്പീസിന് അങ്ങനെ ചെയ്യും. ജസ്റ്റ് നമുക്കൊരു ഫണ്ട് റൈസിങ്ങും ആവും, അതേപോലെ വരുന്ന പേരൻസിനും കുട്ടികൾക്കും ഒരു മെമ്മറി ആവുമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം ഈ ക്ലബിലുണ്ട്. ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം സദസ്സിൽ പോയി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോകും. അത് ഡയറ്റ് ക്യാൻറ്റീനിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഞങ്ങൾ കോളേജിലേക്ക് പോകാം. അപ്പോഴത്തേനും മഴ ചാറി. അപ്പോൾ പെട്ടെന്ന് കോളേജിലേക്ക് പോയി. ഈ ഫ്രണ്ടിലും ഒരുപാട് ഇതുപോലെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഓലയിൽ ഇങ്ങനെ നെയ്ത് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബാനറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ NSS-ലെ കുട്ടികൾ ചെയ്താൽ. പിന്നീട് എനിക്കും കിട്ടിയൊരു പണി, AGF-ൻ്റെ ഞാനും അവിടെ ഇരുന്നിട്ട് എഴുതുമായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇത് നമ്മളുടെ ഉപ്പുമുളകിലെയും ബാലുച്ചേട്ടനും അവരുടെ ഫാമിലിയാണ്. മോളെ നമ്മളുടെ കോളേജിലേക്കാണ് ചേർത്തിരിക്കുന്നത് ഈ വർഷം. പിന്നെ നമ്മളുടെ പാട്ടൊക്കെ പാടുന്ന ശ്രേയുണ്ട്. എല്ലാ വർഷവും കുറച്ച് സെലിബ്രിറ്റീസൊക്കെ എപ്പോഴും ഉള്ളതാണ്. പിന്നെ ഈ ഏജ് ഫ്രണ്ട്ലിയുടെ ക്ലബ്ബിൽ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സഹായിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളുടെ കുട്ടികൾക്ക് വരുന്ന ഫ്രഷേഴ്സിലെ കുട്ടികൾക്ക് ജൂനിയേഴ്സിനൊക്കെ KSU മീനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. ആ മീൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇവിടെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് വളർത്താൻ നോക്കിയതെല്ലാം ചത്തുപോയി പെട്ടെന്ന് തന്നെ. പിന്നെ ഞാനും അവിടെ AGF-ൻ്റെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ. തിരിച്ച് ഞങ്ങളുടെ ബസ്സിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ തിരിച്ച് കോളേജിൽ നിന്ന് ഞങ്ങൾ മീഡിയ ക്യാമ്പസിലേക്ക് പോവുക. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് പേരൻസും കുട്ടികളും എല്ലാവരും പോയി. അവിടെ ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കൊന്നും അതിന് പങ്കെടുക്കാൻ പറ്റിയില്ല. ബസ്സിലെത്തിയപ്പോഴത്തേക്കിന് എടുത്ത ഫോട്ടോയുടെ ഒരു സ്നാപ്പൊക്കെ മഹിമ അവിടെ നിന്ന് ഇടുക. പിന്നീട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.